കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. എന്തായാലും ഫലങ്ങൾ പുറത്തു വന്നതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് UDF ക്യാമ്പ്. കാരണം 10 വർഷത്തിന് ശേഷം തങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എന്തായാലും ഈ ഒരു എക്സിറ്റ് പോളുകളിൽ നിന്നും UDF ക്യാമ്പിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ക്ലോസ് ഫൈറ്റാണ്. 3ാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ഇപ്പോഴും LDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളെ തങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഫലത്തിനായി കാത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളടക്കം പ്രതികരിച്ചത്. ഇരു മുന്നണികളുടെയും സീറ്റ് വിഹിതത്തിലെ നേരിയ മാർജിനാണ് LDF ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. മറ്റത് NDA ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. അതാണ് നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ വന്നു. എന്തായാലും മുന്നണികളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വലിയ ആവേശത്തിലുമാണ്. പക്ഷേ UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞ 100 സീറ്റ് എന്നതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം കൂടി, ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുമില്ല. എന്താണ് ഈ രാഷ്ട്രീയ ക്യാമ്പുകളിലെ പ്രതികരണങ്ങൾ, അവരുടെ ഒരു ആവേശമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഇതിന് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയും വന്നു. അതിൻ്റെ ഒരു ആവേശം UDF ക്യാമ്പിലുണ്ട്. പക്ഷേ അത് പൂർണ്ണമായ ഒരു വലിയൊരു ആവേശത്തിലേക്ക് ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും കാരണം അതിൻ്റെ നമുക്ക് എടുത്തു പറയും ഈ നമ്പറുകൾ തന്നെയാണ്. കാരണം വളരെ നേരിയ തോതിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ഒരു സീറ്റ് വ്യത്യാസത്തിൻ്റെ കാര്യത്തിലുള്ളത് എന്നതാണ്. 90 സീറ്റ് വരെ ഒരു എക്സിറ്റ് പോൾ ഫലം UDFന് അനുകൂലം എന്ന നിലയ്ക്ക് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ തന്നെയും ഈ 80-ന് താഴേക്ക് എത്തുന്ന ഒരു നില തന്നെയാണ്. 80-ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു നെക്ക് ടു നെക്ക് ഫൈറ്റ് തന്നെ ആ നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും. ആ നിലയ്ക്ക് തന്നെയാണ് പല മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലായ ഒരു സാഹചര്യമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നതാണ്. ഇത് തന്നെയാണ് ഇടതു മുന്നണിയെയും അവർക്കിപ്പോൾ. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു എക്സിറ്റ് പോൾ പോലും ഭരണ തുടർച്ചയെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് തന്നെ. അത് തന്നെയാണ് UDFൻ്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 100 സീറ്റിൻ്റെയൊക്കെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അതിലേക്കൊന്നും തന്നെ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം 2001-ന് ശേഷം ഇതുവരെയും 90-ന് മുകളിലേക്ക് ഒരു സീറ്റിലേക്ക് പോകാൻ കോൺഗ്രസിനോ UDFനോ സാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചരിത്രം ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ ഭരണത്തിൽ വന്ന സമയങ്ങളിലൊക്കെ തന്നെയും LDF 90-ന് മുകളിലേക്ക് സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അത് 60-നടുത്ത് അല്ലെങ്കിൽ 70-നടുത്ത് സീറ്റുകളിൽ തന്നെ അവർക്ക് മുന്നേറ്റം നടത്താൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇടതു മുന്നണിയും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ആർക്കോ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു പോളിംഗ് അല്ലെങ്കിൽ ആ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കുള്ള പോളിംഗ് അതിൻ്റെ കണക്കറിയണമെങ്കിൽ 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്ന് തന്നെയാണ് ഇടത് നേതാക്കൾ അണികളോടും ഒപ്പം തന്നെ പൊതുവിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിലും BJP ക്യാമ്പും ഈ നിലയിൽ NDA ക്യാമ്പും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 1 മുതൽ 14 സീറ്റുകൾ വരെയാണ് BJPക്ക് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 7 വരെ സീറ്റുകളൊക്കെ തന്നെയും ഏതാണ്ട് ഈ ശക്തമായ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുന്ന ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടങ്ങളിലൊക്കെ തന്നെയും വിജയിച്ചു വരാൻ BJPക്ക് കഴിയും എന്ന് തന്നെയാണ് BJP ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഭരണത്തിലേക്ക് ഒരു 10 വർഷത്തിന് ശേഷം വരാൻ കഴിയുമെന്നത് UDF ക്യാമ്പിന് കൊടുക്കുന്ന ഒരു ആവേശം, അത് ചെറുതായിട്ടുള്ളൊരു ആവേശമല്ല, മറിച്ച് അത് വലിയ രീതിയിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഒപ്പം തന്നെ മറ്റ് പല ഘടകങ്ങളെയും അത് ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇത്തവണ ഭരണത്തിലേക്ക് എത്തും എന്ന് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞിരുന്ന ആ ഒരു പല്ലവി അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. അതിൻ്റെ സൂചനയാണിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഈ ഒരു എക്സിറ്റ് പോൾ പോലും ഇത്തരത്തിൽ ഭരണ തുടർച്ച പറയുന്നില്ല എങ്കിലും അവരും പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം നേരിയ മാർജിൻ മാത്രമാണ്, അത് മറിയാനുള്ള സാധ്യത തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് LDF. അതുകൊണ്ട് തന്നെ ഇത്തവണയും അധികാരത്തിൽ വരാൻ കഴിയും, അല്ലെങ്കിൽ 3ാം വട്ടവും അധികാരത്തിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് LDFും പ്രതീക്ഷ വെക്കുന്നത്. BJP ക്യാമ്പും ഇത്തവണ എന്തായാലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. അതിൽ കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറിലുള്ള വർധനയും തന്നെയാണ് വലിയ പ്രതീക്ഷയായി തന്നെ ഈ BJP ക്യാമ്പ് NDA ക്യാമ്പ് കാണുന്നത്.
തീർച്ചയായിട്ടും മേ ബി അതാണ് എന്തായാലും വലിയ പ്രതീക്ഷയാണ് എല്ലാ മുന്നണികളും വെച്ച് പുലർത്തുന്നത്. NDAക്ക് ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചില എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പ്രവചിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള ഫലങ്ങളാണ് എക്സിറ്റ് പോൾ ഫലമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്.